ഇനി മന്ത്രിക്ക് ഇങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മന്ത്രിക്ക് ഒരു ചർച്ച നടത്തി അതിനുശേഷം ഇത്തരം കാര്യങ്ങൾ പറയാമായിരുന്നു. ഒരു പരാതിയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇതുപോലെ സ്ഥിരം സംവിധാനം അല്ലെങ്കിൽ ചൂരൽമല ദുരന്തമുണ്ടായ ഘട്ടത്തിൽ ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ടായിരുന്നു. അന്ന് ആ വിവാദങ്ങളുണ്ടായപ്പോൾ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് ഭക്ഷണം നൽകുന്നത് ചില ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ചു. ഇതറിഞ്ഞ് അവിടെയുള്ള മന്ത്രിമാരായ ഞങ്ങൾ അത് തടഞ്ഞു വെക്കരുത്, ഭക്ഷണം നൽകണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും തെറ്റായ പ്രചരണം സർക്കാരിനെതിരെ നടത്തിയപ്പോൾ ആ സംഘടനയുടെ ഭാരവാഹിയെ നേരിട്ട് വിളിച്ച് ഈ തെറ്റായ പ്രചരണം നടത്തരുത്, നിങ്ങൾ നൽകുന്നതിനൊന്നും ഇവിടെ സർക്കാർ എതിരല്ല, ഇതിങ്ങനെ ഒരു പരാതി വന്ന ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി വിഷയം വന്നതാണ്. ഇതിൽ മന്ത്രിമാരുൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ തടയരുതെന്നുള്ള സമീപനമാണ് സ്വീകരിച്ചതെന്ന് അറിയിക്കുകയും ചെയ്തു. അത് താൽക്കാലിക സംവിധാനമാണെങ്കിൽ ഇത് 9 വർഷമായിട്ടുള്ള സ്ഥിരം സംവിധാനമായി പോകുന്നു. ഒരു പരാതിയും ആരെങ്കിലും പറഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ ഇവിടെ ദീർഘകാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവരല്ലേ? എന്തെങ്കിലും ഒരു പരാതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ DYFI അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോ കേരളത്തിലെ പ്രധാനപ്പെട്ട ധർമാശുപത്രികളിലോ DYFI വീടുകളിൽ നിന്നും ശേഖരിച്ച് മനുഷ്യർക്ക് നൽകുന്ന ഈ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പരാതി വന്നാലല്ലേ മന്ത്രി അടിയന്തരമായി ഇടപെട്ട് ഇതാ കിട്ടിപ്പോയി എന്നുള്ള തോന്നുന്ന നിലയിൽ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. അതിന് പകരം മെഡിക്കൽ കോളേജിൻ്റെ അധിപൻ ഞാനാണോ, ആശുപത്രികളുടെ അധിപൻ ഞാനാണോ, ഇവിടെ ആരും കയറാൻ പാടില്ല എന്ന് ഒരു സാമന്ത രാജാവിനെ പോലെ പ്രഖ്യാപനം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി തയ്യാറായത് ലജ്ജാകരമാണ്. ഒന്ന്, ആരോഗ്യവകുപ്പ് മന്ത്രി ചരിത്രം മറക്കരുത്. DYFI എന്ന സംഘടന ഏറ്റവും അധികം രക്തദാനം നൽകിയ സംഘടനയാണ്. DYFI എന്ന സംഘടന ഈ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അനീതി UDF ഭരണകാലത്ത് നടന്ന സമയത്ത് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി ഭീകര മർദ്ദനമേൽക്കേണ്ടി വന്ന നിരവധി പേരുടെ സംഘടനയാണ്. DYFIയിൽ ഒരാൾ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണ് എന്ന് കണ്ടുകൊണ്ടാണ് സമര സംഘടനാ പ്രവർത്തനത്തിന് വരുന്നത്. അങ്ങനെ ജീവൻ നൽകാൻ തയ്യാറായ ഒരു സംഘടനയോട് ചോറ് നൽകരുത് എന്ന് സാമന്ത രാജാവിനെ പോലെ ഒരു മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ചരിത്രം ലെവലേശം ആ മന്ത്രിക്ക് അറിയില്ല എന്ന് നാട് പറയുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ആരോഗ്യമന്ത്രി ചെയ്യേണ്ടത് ഇതിലല്ല ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടത്. കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന വിവിധതരം രോഗങ്ങൾ, പകർച്ചവ്യാധി പോലെയുള്ള പ്രശ്നങ്ങൾ, അതിന് പരിഹാരം കാണാൻ കൂടുതൽ ശ്രദ്ധ നൽകുക. അതിന് പകരം DYFIയുടെ മേൽ കുതിര കയറുന്ന നിലപാട് സ്വീകരിച്ചു വന്നാൽ ഇന്ന് DYFIയിൽ പ്രവർത്തിക്കുന്നവരും ഇന്നലെ DYFIയിൽ പ്രവർത്തിച്ചവരും ഈ പ്രവർത്തനത്തോട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹകരിച്ചവരുമായ കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറയും. അതുകൊണ്ട് അടിയന്തരമായി വിഷയത്തിൽ ചർച്ച ചെയ്യാനാണ് തയ്യാറാകേണ്ടത്. ചർച്ച ചെയ്ത് DYFI ഉൾപ്പെടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പോകേണ്ടത്. അതാണ് ജനാധിപത്യത്തിൽ ഒരു മന്ത്രി ചെയ്യേണ്ടത്. അതിന് പകരം ഗുണ്ടായിസത്തിൻ്റെ ശബ്ദം വെച്ചുകൊണ്ട് DYFIക്ക് നേരെ വെല്ലുവിളി ഉയർത്താൻ വേണ്ടി ആരോഗ്യമന്ത്രി വരാൻ തയ്യാറാകരുത് എന്നാണ് വളരെ വിനയത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇങ്ങനൊരു വിഷയമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇവിടെ DYFIയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ വിളിച്ചപ്പോഴാണ് ഇവിടെ വന്നത്. നേരത്തെ മന്ത്രിയായി നിൽക്കുമ്പോഴും ഇവിടെ ഈ പൊതിച്ചോറ് നൽകുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് പൊതിച്ചോറ് നൽകുന്ന പരിപാടിയിൽ നിരവധി തവണ ഇവിടെയും മറ്റു പലയിടങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നാടിന് ഗുണകരമായൊരു പദ്ധതിയാണ്. ഒരു പകരം സംവിധാനം ആലോചിക്കാതെ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ചർച്ച ഇപ്പം തന്നെ ഇതിനകത്ത് വന്നു കഴിഞ്ഞു. ഇനി പകരം സംവിധാനങ്ങൾ തന്നെ വന്നാലും അത് നാളെ ഒരു പരാതിയായി മാറുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ DYFIയെ ചർച്ചയ്ക്ക് വിളിച്ചു പോകണം. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു MLA ആണ്. നിയമസഭ സമ്മേളിച്ചപ്പോഴെങ്കിലും മന്ത്രിക്ക് ഇത് MLA സഖാവ് സനോജിനോടോ അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി വിജിനോടോ പറയാമായിരുന്നു. നിങ്ങളുടെ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നമുക്ക് നടത്താം, അതല്ലേ ജനാധിപത്യത്തിൽ വേണ്ടത്. അതിനൊന്നും തയ്യാറാകാതെ ആരല്ലോ ചവിട്ട് പറയുന്നത് കേട്ട് ചാടി വീണ് സാമന്ത രാജാവിനെ പോലെ പ്രഖ്യാപനം നടത്താൻ തയ്യാറായാൽ അത് കുറച്ച് ബുദ്ധിമുട്ട് നാട്ടിൽ സൃഷ്ടിക്കുമെന്നുള്ളത് വളരെ വിനയത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.